ഹായ് ഓൾ, അസ്സാം വലൈക്കും വരഹമത്തല്ലാഹി വബർക്കാത്തുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മളിതേ നമ്മുടെ ഒരു ഡേ മൈ ലൈഫായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. രാവിലെ തന്നെ മക്കൾക്കുള്ള സ്നാക്കാണ് ഉണ്ടാക്കുന്നത്. അതാണ് കേട്ടോ കാണിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള ടൈമില്ല, അവർ ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും പിന്നെ എനിക്കും കഴിക്കാനും വേണ്ടിയിട്ട് ഗ്രീൻ പീസും പിന്നെ സ്വീറ്റ് കോണും കൂടി ഇട്ടിട്ട് ഒരു നല്ലൊരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു സംഭവമാണ് കേട്ടോ. ബട്ടർ ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ ഗ്രീൻ പീസും നമ്മുടെ സ്വീറ്റ് കോണും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. പിന്നെ ചെറിയ ടൊമാറ്റോ ഒന്നും ഇട്ട് കൊടുക്കുന്നത്, 3 ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ ഒരു റെസിപ്പി എന്ന് പറയാനും വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ കുറേ ദിവസമായി പ്രോപ്പറായിട്ട് വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറേ ഇവിടുത്തെ തിരക്കുകളും പിന്നെ എൻ്റെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും ഒക്കെ കാരണം കൊണ്ട് എനിക്ക് നോർമലായിട്ട് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റുന്നില്ല. പിന്നെ നമുക്കിപ്പോൾ ഹെൽപ്പിന് ഇവിടെ ആളൊന്നുമില്ല, ഞാനാണ് ഒറ്റയ്ക്ക് ചെയ്യുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് വീഡിയോസൊക്കെ വൈകുന്നത് എന്നുള്ളത്. പിന്നെ 5 ആൾക്കാരുടെ കാര്യവും പിന്നെ നമ്മുടെ ജോലിയും കാര്യവും ഒക്കെ കൂടി ആകുമ്പോൾ നോർമലായിട്ട് ഒന്ന് ആക്കിയെടുക്കാനും വേണ്ടിയിട്ട് കുറച്ച് പ്രയാസമുണ്ട് കേട്ടോ. ഇൻഷാ അല്ലാ പക്ഷേ നമ്മൾ വീണ്ടും ഉയർത്തെഴുന്നേറ്റ് വരുന്നതായിരിക്കും. പിന്നെ ദേ നമ്മുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ പ്ലീസ് ഒന്ന് കമൻറ്റ് ഇടുക. എനിക്കിപ്പോൾ ഒറ്റപ്പെട്ട പോലൊരു ഫീലുണ്ട്, വീഡിയോസ് ഒന്നും ഇടാതിരിക്കുമ്പോൾ നിങ്ങളുടെ കമൻസും വരൂലല്ലോ, അപ്പം എന്തോ ഒരു വിഷമമാണ് കേട്ടോ. പിന്നെ ഇതേ ഞാനൊരു ടിപ്സും കൂടെ പറഞ്ഞുതരാവേ, എന്നിട്ട് ബാക്കി വീഡിയോ കാണാം കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ കുറേ ദിവസമായില്ല എന്തെങ്കിലുമൊക്കെ ടിപ്സൊക്കെ പറഞ്ഞു തന്നിട്ട്, അപ്പോൾ ചെറിയൊരു ടിപ്പും കൂടെ പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു. നമ്മൾ ലേഡീസിന് ഈ വൈറ്റ് ഡിസ്ചാർജ്, അതായത് വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞത് നോർമലായിട്ട് ഉണ്ടാവുന്ന ഒരു സംഭവമാണ്. പക്ഷെ അത് അബ്നോർമൽ ആവുന്നത് എപ്പോൾ, എങ്ങനെയാണ്, അങ്ങനത്തെ ചെറിയൊരു കാര്യം പറഞ്ഞുതരാം. ഇപ്പോൾ പീരിയഡ്സിന് മുമ്പ് പിന്നെ പീരിയഡ്സ് കഴിഞ്ഞിട്ട്, അതായത് ഓവുലേഷൻ ടൈമൊക്കെ ചെറുതായിട്ട് നമുക്ക് ഈ ഒരു വൈറ്റ് ഡിസ്ചാർജ് പോലെ ഒരു വഴുവഴുത്തൊരു സംഭവം എങ്ങനെ പോവാം. പക്ഷെ അത് എപ്പോഴാണ് പ്രശ്നമാവാന്ന് വെച്ചാൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പോവുക, പിന്നെ ആ ഭാഗങ്ങൾ വജൈനൽ പാർട്ടൊക്കെ ഭയങ്കരമായിട്ട് ഇച്ചിങ് ആവുക, ഇതുപോലെയുള്ള പ്രോബ്ലംസ് ഒക്കെ വരുമ്പോഴാണ് അതൊരു അബ്നോർമലായിട്ട് ആണ് എന്നുള്ളത് മനസ്സിലാക്കേണ്ടത്. പിന്നെ ചിലവർക്ക് ഭയങ്കര ഓടോ സ്മെല്ല് കാര്യങ്ങളൊക്കെ വരും. അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ എന്ത് പിന്നെ ഉണ്ടാവാതിരിക്കാൻ എന്ത് എന്നുള്ള ചെറിയ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഉണ്ടാവുന്ന സമയത്ത് നമുക്കൊരു ഹൈജീൻ അല്ലാത്ത പോലെ ഫീൽ ഉണ്ടാവും. അപ്പോൾ ഈ പാഡ് പോലെ എന്തെങ്കിലുമൊക്കെ നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പാൻറ്റീസ് എപ്പോഴും നനവില്ലാതെ ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നനവ് കൂടിയാലും ഇതൊരു പ്രോബ്ലമായിട്ട് മാറും കേട്ടോ. അപ്പോൾ അതിന് നല്ലൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ ഒരു എവേർട്ടീൻ്റെ ഈ ഒരു പാൻറ്റി ലൈനർ, ഡെയിലി പാൻറ്റി ലൈനറാണ്. ഇങ്ങനെ പ്രോബ്ലംസ് ഉള്ളവർക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സംഭവമാണ് കേട്ടോ. ഇതെങ്ങനെ ഉണ്ടാവുക എന്നുള്ളത് കാണിക്കാം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാലും ആൻറ്റി ബാക്ടീരിയൽ ഒനിയൻ സ്ട്രിപ്പ് ഇതിലുണ്ട്. അതുകൊണ്ട് നമുക്കൊരു ഓഡോർ കൺട്രോൾ ആയിട്ടിരിക്കും, ഭയങ്കര സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. ഇതുപോലെ ഒരു ചെറിയ പാക്കിലാണ് കേട്ടോ ഇത് വരുന്നത്. ഇത് നമ്മൾ നമ്മുടെ പാൻറ്റീസിലൊക്കെ ഒട്ടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പ്രോബ്ലംസ് ഉള്ളവർക്ക് നല്ലൊരു സൊല്യൂഷൻ ആയിരിക്കും. കോട്ടൺ ആണ്, നമുക്ക് ചൂടെടുക്കുക, അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നുമില്ല. ഇത് കണ്ടില്ല, നമ്മുടെ അനിയൻ സ്ട്രിപ്പ് എന്ന് പറയുന്ന ഈ ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഒട്ടിക്കുമ്പോൾ നമുക്ക് ഒരു ഇച്ചിങ് കാര്യങ്ങളൊക്കെ കുറയാനും നമുക്ക് എപ്പോഴും ഹൈജീനായിട്ട് ഇരിക്കാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇത് വന്നിട്ട് 30 ലൈനേഴ്സാണ് ഉണ്ടാവുക. അൺസെൻറ്റഡ് സൈസ് വന്നിട്ട് 180 mm ആണ് കേട്ടോ. ഇത് വാങ്ങാൻ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാങ്ങാനുള്ള ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ അതുപോലെ എന്ന് പറയുമ്പോൾ ഇത് കുറയാനും വരാതിരിക്കാനും കൂടുതലായിട്ട് ബുദ്ധിമുട്ടില്ലാതിരിക്കാനും വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഫുഡിൽ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ ബോഡി എപ്പോഴും ഒന്ന് കൂളാക്കിയിട്ടിരിക്കുന്ന പറ്റുന്ന പോലെയുള്ള വാട്ടർ കണ്ടൻറ്റ് കൂടുതലായിട്ടുള്ള ഫുഡ് കാര്യങ്ങൾ, ഫ്രൂട്ട്സ് കാര്യങ്ങൾ നമ്മൾ ഫുഡിൽ എപ്പോഴും ഇൻക്ലൂഡ് ചെയ്യുക. വെജിറ്റബിൾസ് കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക. അതുപോലെ ഫ്രൂട്ട്സ്, തണ്ണിമത്തൻ അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ കൂടുതലായിട്ട് കഴിച്ച് ബോഡി എപ്പോഴും ഹീറ്റ് ആവാതെ തണുത്തിരിക്കാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സംഭവങ്ങൾ കൂടുതലായിട്ടും കഴിക്കുക. പിന്നെ ചൂടെടുക്കുന്ന പോലെയുള്ള ഫുഡ് കാര്യങ്ങൾ അങ്ങനെയുള്ളവർ ഒഴിവാക്കുക. പിന്നെ പറയുമ്പം ഒരു എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംഭവം തന്നെയാണ്. പക്ഷെ ഇത് ടെൻഷൻ അടിച്ച് നിങ്ങൾ കൂട്ടാതിരിക്കുക. എന്തൊരു സംഭവം നമ്മൾ സ്ട്രെസ് അടിച്ചു കഴിഞ്ഞാൽ കൂടും. നോർമലായിട്ട് അവിടെ കുറച്ചൊരു നനവ് ഉണ്ടാവാനും പിന്നെ നമ്മൾ ചെറിയ ഡിസ്ചാർജ് കാര്യങ്ങളൊക്കെ നോർമലാണ് കേട്ടോ. അപ്പോൾ അതിന് ഉള്ളവർക്കും അല്ലാതെ ഇപ്പോൾ നോർമലായിട്ട് പോകുന്നവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സംഭവമാണ്. നമുക്ക് വെച്ചു അങ്ങനത്തെ ഒരു സംഭവമൊന്നും തോന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ ബാക്കിയുള്ള ഫുഡിലേക്ക് പോവാം.
ഈ ഒരു വീഡിയോയിൽ ഞാൻ കുറേ ദിവസം മുമ്പ് ഷൂട്ട് ചെയ്ത് വെച്ചതാണ്. പിന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാനും ഒന്നുമുള്ളൊരു ഇതുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇടാൻ കുറച്ച് വൈകിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നോമ്പ് കഴിഞ്ഞ് പെരുന്നാൾ കഴിഞ്ഞ ഉടനെ ഉള്ള ഒരു ദിവസത്തെ കാര്യങ്ങളാണ്. ഞാനിതേ മക്കൾക്ക് ഫുഡ് കൊടുത്തതിന് ശേഷം നേരെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. അരി ഇടാനേ അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് പാത്രങ്ങളൊക്കെ വാഷ് ചെയ്തതുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ഷെൽഫിൽ ഡ്രൈ ആയതിന് ശേഷം വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇന്നത്തെ നമ്മുടെ എന്താ പറയുക കറി എന്ന് പറയുമ്പോൾ മീനാണ്. അപ്പോൾ മീൻ പൊരിച്ചിട്ട് പെട്ടെന്ന് നമുക്ക് എല്ലാം കൂടെ ഒന്നിച്ച് ചെയ്യുമ്പോൾ ചില സമയം ഒത്തിരി ലേറ്റ് ആവും. പിന്നെ കുറേ മടിയും ഉണ്ടാവും. പിന്നെ വേറെയും ഇടയിൽ കുറേ പണികളുണ്ടാവും. ഇന്ന് കുറേ അലക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് മീൻ കറി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ കറിയും കൂട്ടാനൊക്കെ ഒരേപോലെ ഉണ്ടാക്കുന്ന രീതിയിലാണ് കേട്ടോ നമ്മൾ വെക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ലൈറ്റ് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് മീനിലേക്ക് നല്ല കട്ടിക്ക് മസാല ഇതുപോലെ പരട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് വന്നിട്ട് കട്ട്ള മീൻ അങ്ങനെ എന്തോ ഒരു മീനാണ്. കട്ട്ളയാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഒരാഴ്ച മുമ്പത്തെ ആയതുകൊണ്ട് എനിക്ക് ശരിക്കും അറിയുന്നില്ല. അതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരിലും നന്നായിട്ട് മസാല ഇതുപോലെ കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. മീൻ പൊരിക്കാനുള്ള പാൻ ഇതേ നമ്മൾ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഗ്യാപ്പിൽ ഞാൻ ഇന്ന് ഉപ്പേരിക്ക് കോവയ്ക്കാണ് കേട്ടോ എടുക്കുന്നത്. റേനക്കുട്ടിക്ക് ഇങ്ങനെ ഉപ്പേരി ഭയങ്കര ഇഷ്ടമാണ്. ചോറിൻ്റെ കൂടെ എപ്പോഴും മീൻ അങ്ങനെ അല്ലാതെ ഉപ്പേരി എന്തെങ്കിലും വേണമെന്ന് പറയും കേട്ടോ. വെജിറ്റബിൾസ് കഴിക്കുന്നത് സ്കിന്നിന് ഭയങ്കര ഹെൽത്തി ആണെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അവൾക്ക് ആ ഒരു ഇഷ്ടം. അപ്പോൾ കോവയ്ക്ക പ്രത്യേകിച്ച് ഭയങ്കര ഇഷ്ടമാണ്. കുറേ ആയി കോവയ്ക്ക വാങ്ങിയിട്ട് അമ്മി കോവയ്ക്ക വാങ്ങി വെച്ചതാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് പച്ചക്കറി വാങ്ങുന്ന സമയത്ത് അതും കൂടെ വാങ്ങിയിട്ട് തരാൻ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ മീൻ പൊരിക്കുന്നതിൻ്റെ ഗ്യാപ്പിൽ കൂടെ നമ്മൾ കോവയ്ക്കും കൂടെ ജസ്റ്റ് എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അതേ മീൻ പൊരിക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഗ്രേവി ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു തേങ്ങ ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട്. നല്ല കട്ടിക്ക് തേങ്ങാപ്പാൽ എടുക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് പെരുംജീരകമില്ലേ, വലിയ ജീരകം, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. പാല് നല്ല കട്ടിക്ക് ഇട്ടാനും വേണ്ടിയിട്ട് ഒരുപാട് വെള്ളം ഒഴിക്കുന്നില്ല. ആ ഒരു ഫസ്റ്റ് ഒന്നാം പാല് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ കേട്ടോ. കൂടുതൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രേവി വെള്ളം പോലെ ആയിപ്പോവും, ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഇതുപോലെ ഒന്നാം പാല് മാത്രമേ എടുക്കുന്നുള്ളൂ. എന്നിട്ട് മീൻ മറിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് ചെയ്യുന്നത് കറിവേപ്പിലയും 2 പച്ചമുളകും ഇതുപോലെ കീറി അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ തേങ്ങാപ്പാൽ എടുത്തിട്ടില്ലേ അത് ഇതുപോലെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ തേങ്ങാപ്പാൽ കുറച്ചും കൂടെ കട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് നേരിട്ട് നമുക്ക് കുറച്ച് കോൺഫ്ലോറോ അല്ലെങ്കിൽ കൂവപ്പൊടിയോ മിക്സ് ചെയ്തതിന് ശേഷം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ അപ്പോൾ തിരഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഫസ്റ്റ് തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം വേറെ കുറച്ച് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കോൺഫ്ലോർ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കൂവപ്പൊടിയാണ് ഉള്ളതെങ്കിൽ അതും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. നമ്മൾ ലേഡീസിൻ്റെ ഈ പ്രോബ്ലംസിനൊക്കെ നമ്മൾ ഡെയിലി ഫുഡിൽ ഇതുപോലെ കൂവപ്പൊടിയോ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ കുറഞ്ഞു കിട്ടും കേട്ടോ. നമുക്ക് കറിയിലോ അല്ലെങ്കിൽ ജ്യൂസായിട്ടൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല തിക്കായിട്ട് കട്ടിയായിട്ടുള്ള ഗ്രേവി ആയിട്ട് നമുക്ക് കിട്ടും. ഇനിയിപ്പോൾ അടുത്ത് ഞാൻ കോവയ്ക്കയ്ക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. മീൻ കറിയൊക്കെ ഇതുപോലെ ഈസി ആയിട്ട് ഉണ്ടാക്കാനും വേണ്ടിയിട്ട് എളുപ്പമാണ്. നിങ്ങൾ മടിച്ചാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് പണിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്നെ പോലെ ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ മറ്റൊരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ എടുക്കുന്നുണ്ട്. പിന്നെ കടുകും പിന്നെ അടുത്ത് എന്താണ് നോക്കട്ടെ, ജീരകവും കൂടി ഒന്ന് പൊട്ടിക്കാനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറിയ ഉള്ളിയാണ് കേട്ടോ നമ്മളിതിലേക്ക് എടുക്കുന്നത്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ചെറിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ താളിക്കാനൊക്കെ ചെറിയ ഉള്ളി ഇടുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെറിയ ഉള്ളി ഉണ്ടായിരുന്നു, അപ്പോൾ അതെടുത്താണ്. അല്ലാന്നുണ്ടെങ്കിൽ മടിച്ചിട്ട് നമ്മൾ വലിയ ഉള്ളി തന്നെയാണ് ഇട്ട് എടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ടെടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മുടെ കോവയ്ക്കെല്ലാം കൂടി ഇട്ടെടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഉപ്പേരിയും കൂടെ സെറ്റും. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അടി പിടിക്കാതിരിക്കാനും വേണ്ടിയിട്ട് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, ഒരു 2-3 സ്പൂണ്. പിന്നെ നമ്മുടെ ഒനിയൻ പൗഡറും ഗാർലിക് പൗഡറും അതും ഓപ്ഷനിലാണ്. എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ ഇട്ട് കൊടുത്താണ്. കുറച്ചും കൂടെ നമ്മുടെ ഉപ്പേരിക്ക് ഒരു ഫ്ലേവർ കൊടുക്കും കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവും.
പിന്നെ ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കുറച്ചും കൂടെ വേണമെന്ന് തോന്നിയപ്പോൾ കുറച്ച് സോൾട്ടും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് തേങ്ങ ചിരവിയത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. റൺകുട്ടിക്ക് ഇങ്ങനെ തേങ്ങ ഇടുന്നത് ഇഷ്ടമല്ല, പക്ഷേ ഞാൻ പറഞ്ഞു നല്ലതാണ് സ്കിന്നിന് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ അതേ നമ്മുടെ ഇന്നത്തെ ലഞ്ച് ഇതൊക്കെയാണ് കേട്ടോ. നമ്മുടെ സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആൻഡ് ഹെൽത്ത് വൈസ് നോക്കുകയാണെങ്കിൽ നല്ല റിച്ച് ആയിട്ടുള്ള നമ്മുടെ ലഞ്ച് റെഡി ആയിട്ടുണ്ട്. ഇങ്ങനത്തെ ലഞ്ചൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. മീനില്ലാന്നുണ്ടെങ്കിൽ നമുക്കിതിൽ തൈരും കൂടെ മിക്സ് ചെയ്ത് കഴിക്കാം. ഞാൻ മീനുണ്ടെങ്കിലും തൈര് ഞാൻ കൂട്ടാറുണ്ട് കേട്ടോ, പക്ഷെ അങ്ങനെ അത് വിരുദ്ധാഹാരമാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ കാണിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നല്ല പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി മീൻ കറിയാണ് കേട്ടോ. നമുക്ക് ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, നിങ്ങൾക്കും എന്തായാലും ഇഷ്ടമാവും. നല്ല റിച്ച് ഹെൽത്ത് വൈസും നല്ലതാണ്, ടേസ്റ്റിയും അടിപൊളിയായിട്ടുണ്ടാവേ. പിന്നെ അത് ഞാൻ പറഞ്ഞില്ല, തൈര് മോരും ഉണ്ടായിരുന്നു കേട്ടോ, അതും കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ ലഞ്ച് കഴിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു. നമ്മൾ ഈ ഒരു ബെഡ്ഷീറ്റിൻ്റെ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഒരു വീഡിയോ എടുക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയിലെല്ലാം സെറ്റ് ചെയ്ത് ഷൂട്ടൊക്കെ ചെയ്തതിന് ശേഷം ഷടപടേന്ന് ഞാനത് എടുത്ത് അങ്ങോട്ട് മടക്കി വെച്ച്. നിങ്ങൾക്ക് അറിയാമല്ലോ, കുട്ടികളുള്ള വീടാകുമ്പോൾ അവർ ചാടി കുത്തി മറിഞ്ഞു കഴിഞ്ഞാലൊക്കെ നാശമാക്കും. അപ്പോൾ പുതിയത് പെട്ടെന്ന് നശിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എടുത്ത് വെച്ച്. പിന്നെ അതേ നമുക്ക് അതേപോലെ കുട്ടികൾക്ക് ഇപ്പോൾ ഈ ഒരു സമ്മറിന് ഇടാൻ വേണ്ടിയിട്ട് ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് നമുക്ക് അയച്ചു തന്ന ഡ്രസ്സുകളാണ്. അപ്പോൾ നല്ല ക്വാളിറ്റി വൈസൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ഡ്രസ്സ് ഇട്ടിട്ടും കാണാനും നല്ല രസമുണ്ടായിരുന്നു. ഞാനിങ്ങനെ ഡ്രസ്സിനൊന്നും ഒരുപാട് പൈസ ചിലവാക്കുന്ന ഒരാളല്ല, വളരുന്ന കുട്ടികളാണ്. അപ്പോൾ അവർക്ക് പെട്ടെന്ന് ഡ്രസ്സ് മുഷിഞ്ഞു പോവും, നാശമാവും. പിന്നെ എന്ന് പറയുമ്പോൾ നമ്മൾ വലിയ കുട്ടീൻ്റെ ഡ്രസ്സായിരിക്കും അടുത്ത കുട്ടിക്കൊക്കെ ഇടുക. അപ്പോൾ ഇതുപോലെയുള്ള ഡ്രസ്സുകളാണ് കേട്ടോ കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. ഈ പാലക്കാട് ചൂടിനും അടിപൊളിയാണ്. അപ്പോൾ പിന്നെ അവരുടെ ഡ്രസ്സുകളൊക്കെ എല്ലാം ഒന്ന് ഷൂട്ടൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാം ഒന്ന് മടക്കി വെക്കാണ് കേട്ടോ. നമ്മളിങ്ങനെ ഓരോന്ന് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമുക്കിങ്ങനെ ഓരോ ഷൂട്ടും ഉണ്ടാവും. എല്ലാം കൂടി ആകുമ്പോഴാണ് കേട്ടോ നമുക്ക് പ്രോപ്പറായിട്ട് ഇങ്ങനെ വീഡിയോസൊന്നും ഇടാൻ പറ്റാതാവുന്നത്. കാരണം അത് നമ്മുടെ ജോലിയും കൂടിയാണല്ലോ, അതും നമ്മൾ ചെയ്യണമല്ലോ. ഒരു ഫുൾ ടൈം എന്താ പറയുക യൂട്യൂബറായിട്ടും നമുക്ക് ഇരിക്കാൻ പറ്റില്ല, ഫുൾ ടൈം ഇതായിട്ട് ഇരിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ ഇപ്പോൾ പോവാണ് കേട്ടോ. കുറേ ദിവസം കഴിഞ്ഞ് എല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കണം ഇൻഷാ അല്ലാ. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് അലക്കാനുണ്ടായിരുന്നു, അലക്കാനിട്ട് പിന്നെ ഇടാനുള്ളത് ഉണക്കാനിട്ട് പിന്നെ അതൊക്കെ ഒന്ന് മടക്കൊക്കെ വെച്ച് ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളങ്ങനെ വെക്കേഷന് വേണ്ടിയിട്ട് അമ്മാൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. പോകണമെന്ന് പ്ലാൻ ഉണ്ടായിരുന്നില്ല. പിന്നെ നോക്കിയ സമയത്തും വലിയ മരുമോള് വീട്ടിലേക്ക് പോയിട്ടുണ്ട്. പിന്നെ ഷഫിയും അവരുടെ വീട്ടിലാണ്. അപ്പോൾ അമ്മ ഇതിരിക്കല്ലേ. അപ്പോൾ ആ ചാൻസിൽ നമ്മളും അവിടെ പോയി കുറച്ച് ദിവസമൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു. ആക്ച്വലി അതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഷഫ് ഒരു ദിവസം വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ബർത്ത്ഡേ വരാൻ പോകുന്നുണ്ട്, എപ്പോഴാണെന്നുള്ളത് പറയില്ല, അറിയുന്നവർ ജസ്റ്റ് കമൻറ്റ് ചെയ്തു. അപ്പോൾ പ്രീ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്നും പറഞ്ഞിട്ട് ആ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് എനിക്ക് ഐസ്ക്രീം കഴിക്കാൻ തോന്നുന്നു എന്ന് ഞാനും ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അവർ പുറത്ത് പോയപ്പോൾ അണ്ണയും ഷാഫിയും കൂടെ പുറത്ത് പോയപ്പോൾ നമുക്കിതേ കേക്ക് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കേക്ക് പറഞ്ഞാൽ ഐസ്ക്രീം കേക്കാണ്. അത് കേക്കിൻ്റെ ഷേപ്പിൽ ഐസ്ക്രീം അങ്ങനെ ആക്കിയിരിക്കണമെന്ന് മാത്രം. അപ്പോൾ അവർ വന്ന് മക്കൾക്ക് എല്ലാവർക്കും കൂടെ അത് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തു. അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ചു, ഭയങ്കര ഹാപ്പിയായി. എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. നമുക്ക് ഒരാൾ നമ്മളെ എന്താ പറയുക പരിഗണിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ തരാമെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഹാപ്പിയല്ലേ. അങ്ങനെ അപ്പോൾ ബർത്ത്ഡേ എപ്പോഴാണെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ശരിയാണോ എന്ന് നോക്കാം. പിന്നെന്താണ്, പിന്നെ നമ്മൾ കുറേ മുമ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഒരു 4 വീഡിയോയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ആൻസർ ചെയ്തായിരുന്നു നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള. ഇൻഷാല്ല സമാധാനത്തിൽ സെലക്ട് ചെയ്ത് ഞാൻ അവർക്ക് മെസ്സേജ് അയക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അത് എൻ്റെ ഓൺ അക്കൗണ്ടിൽ നിന്ന് തന്നെയായിരിക്കും ഞാൻ മെസ്സേജ് അയക്കുന്നത്. വേറെ ആരെങ്കിലും മെസ്സേജ് അയച്ചാൽ പ്ലീസ് അവരെ പുറകെ പോകരുത്. കുറേ സ്കാം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, ഇപ്പോൾ പറ്റിക്കുന്നുണ്ട് ആൾക്കാരുങ്ങളെ. അങ്ങനെ ആരും പറ്റിപ്പിൽ പോയി വീഴരുത് കേട്ടോ. പിന്നെ അതേ നമ്മുടെ ചാമ്പയ്ക്ക് ഞങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് വേണ്ടിയിട്ട് കാണിച്ചു തരാണ്. എല്ലാ ചാമ്പയ്ക്ക് പോയിട്ടുണ്ട്, നമുക്ക് കുറച്ച് മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ചില കള്ളികളൊക്കെ എടുത്തുകൊണ്ട് പോയതുകൊണ്ട് നമുക്ക് കിട്ടിയില്ല. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയുമ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അമ്മാൻ്റെ വീട്ടിൽ നിന്ന് നമ്മൾ വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരാനായിട്ടുണ്ട്. 2 ദിവസത്തിൽ തിരിച്ചു വരും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തൊട്ടിട്ടുള്ള നമ്മുടെ വീഡിയോസ്, അതായത് ഡേ ഇൻ മൈ ലൈഫ് ആദ്യത്തെ പോലെ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെയും പ്ലീസ് എന്നെ മറക്കരുത്. 2 ദിവസത്തിൽ വരും കേട്ടോ. ഏകദേശം നമ്മുടെ വെക്കേഷനൊക്കെ കഴിയാനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല നമ്മൾ ഇൻസ്റ്റാഗ്രാമിന് വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ജസ്റ്റ് ഇതിലിങ്ങനെ ആഡ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനത്തെയൊക്കെ ഡ്രസ്സസ്സാണ്, നല്ല അടിപൊളി ഡ്രസ്സസ്സാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അവർ ഹോൾസെയിൽ പ്രൈസിന് റീറ്റെയിൽ ചെയ്യുന്നതാണ്, മാനുഫാക്ചർ ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ ആ ഒരു റേറ്റിനൊക്കെ കിട്ടും. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് ആരെങ്കിലുമൊക്കെ പുതിയതായിട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായാലും എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. പിന്നെ കുറേ ദിവസമായിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ടൊക്കെ ഇപ്പോൾ
ഷോക്കാണ്. എന്താണെന്നൊന്നും അറിയില്ല. ഒരുപാട് പേര് അയ്യോ 1 മില്യൺ ആവാനായി എന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന നമ്മളെ സ്നേഹിക്കുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷേ കുറേ പേര് 1 മില്യൺ ആവാനായതുകൊണ്ട് തന്നെ അതിനു വേണ്ടിയിട്ട് എന്താ പറയുക അൺസബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടോ എന്നുള്ള അറിയില്ല. ഇൻഷാ അല്ലാഹ് അതാവുന്ന സമയത്ത് ആവുമെന്ന് വിചാരിക്കുന്നു. ആവട്ടെ. അപ്പോൾ നോക്കാം. പിന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. മക്കളുള്ളവർക്ക് അറിയാം എൻ്റെ ഒരു സിറ്റുവേഷൻ. അതുകൊണ്ടാണ് എനിക്കിപ്പോൾ നോർമലായിട്ട് വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത്. അത്രയും തിരക്കും എന്നെക്കൊണ്ട് കഴിയുന്നില്ല കേട്ടോ, അതാണ്. പക്ഷേ ഞാൻ വരും ഇൻഷാ അല്ലാഹ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.